ഖലീഫ കണ്ടു. എനിക്കൊരു ആവറേജ് മൂവിയായിട്ടാണ് ഇത് ഫീൽ ചെയ്തത്. അതായത് നമ്മളിപ്പോൾ ട്രെയിലർ കണ്ടിട്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഡൗൺ ഗ്രേഡഡ് വെർഷൻ പോലെ തോന്നി. ഇത് ഒരു മോശം, കംപ്ലീറ്റ്ലി മോശം പടം അല്ലെങ്കിൽ അത്യാവശ്യം കൊള്ളാം എന്ന് പറയില്ല, ഒരു ടിപ്പിക്കൽ ആവറേജ് മൂവി. അതായത് ഒരു ഗ്രാഫ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഗ്രാഫ് സ്ട്രെയിറ്റ് ആയിട്ട് വന്നു ആ ലെവലിൽ പോകുന്ന സാധനമാണ്. അതായത് ഒരു ഹൈ മൂവ്മെന്റ് പടത്തിലൊന്നുമില്ല എന്ന് പറയാൻ വെറും കച്ചറ സീനോ കാര്യങ്ങളോ അല്ല. ഓക്കെ, ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്നാൽ മാത്രം എനിക്ക് ഖലീഫെന്ന് തോന്നിയുള്ളൂ. ഇതിന് ആദ്യമൊക്കെ പൃഥ്വിരാജിന്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒന്ന് തിയേറ്റർ ഒന്ന് അനങ്ങിയത്. പിന്നെ അതിനുശേഷം നിർവികാരത പോലെ ഇങ്ങനെ പോവുക. നമുക്കൊരു ഒന്നുമില്ല, ടിപ്പിക്കൽ നമ്മളൊരു വൈശാഖ് മൂവിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു മാസ്. കാരണം മാസ് മസാല എന്റർടൈൻമെന്റ് എടുക്കാൻ അത്യാവശ്യം നല്ലൊരു കഴിവുള്ള ഡയറക്ടറാണ് വൈശാഖ്. കാരണം ഈവൻ സ്ക്രിപ്റ്റ് പോലും അത്യാവശ്യം വലിയ ലെവലിൽ വന്നില്ലേ പോലും പുള്ളി ഡയറക്ഷൻ ഇത് പിടിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ഈ പടത്തിന് ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. അതായത് ഈ സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കാണ്. ഒരു ടിപ്പിക്കൽ സ്റ്റോറി, നമ്മൾ ഇഷ്ടം പോലെ കണ്ടു പറഞ്ഞ സ്റ്റോറിയാണ്, എന്നാൽ പോലും അതിനകത്തൊന്നും ചെയ്യാനുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു വീക്ക് സ്ക്രിപ്റ്റ്. എനിക്ക് തോന്നിയൊരു കാര്യം, ജിനോവി എബ്രഹാം എന്ന് പറഞ്ഞ റൈറ്ററിന് പുള്ളിക്ക് ഒരു മാസ് മസാല എന്റർടൈനർ അത്രയ്ക്ക് നന്നായിട്ടൊരു വശമില്ല. അതായത് പുള്ളിയുടെ ഇപ്പം പല പടങ്ങളും കണ്ടപ്പോഴും ഈ ഒരു മേഖലയിൽ പുള്ളിക്ക് അത്ര ഒരു ഇതില്ല. കാരണം വൈശാഖ് മാക്സിമം പുള്ളിയുടെ മേക്കിംഗ്, അതായത് പുള്ളിയുടെ ഡയറക്ടർ എന്ന നിലയിൽ പുള്ളി കുറേ കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പാടാണ്. കാരണം ഒരു മൂവിയുടെ നട്ടല്ല സ്ക്രിപ്റ്റ് തന്നെ. അപ്പോൾ സ്ക്രിപ്റ്റ് തീരെ താഴോട്ടാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ പൃഥ്വിരാജൊക്കെ ഈ പടത്തിന് പുള്ളി എന്താണ് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല, ഇതിനകത്ത് കമ്മിറ്റ് ചെയ്യുന്നത്. കാരണം ഇത് ടിപ്പിക്കൽ ടെംപ്ലേറ്റ് മൂവി തന്നെയാണ്. നമുക്കറിയാം മാസ് മസാല എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ടെംപ്ലേറ്റ് മൂവിയാണ്. കുറച്ച് ഫാമിലി കാര്യങ്ങളും കുറച്ച് ഇമോഷണലും കുറച്ച് ഫൈറ്റും കാര്യങ്ങളും കുറച്ച് സോങ്സ്, ഇതൊക്കെയാണ് ഒരു നോർമൽ എന്റർടൈൻ മൂവീസ്. ഈവൻ ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ്. ബട്ട് ഈ സാധനം ഓഡിയൻസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുടുംബ സിനിമയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസ് എന്റർടൈൻമെന്റും കുടുംബ ഫാമിലിയൊക്കെ ഉള്ള പടത്തിൽ ഇപ്പൊ കുടുംബത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം, ഇതൊരു നമുക്ക് പ്രശ്നമായിട്ട് ഫീൽ ചെയ്തല്ലോ, എങ്കിലാണ് ആ പടം കണക്ട് ആകത്തുള്ളൂ. ഈ പടത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നല്ല കിടുവൊന്നും തോന്നുന്നില്ല. നമ്മളിങ്ങനെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ ആ ഒരു ഗ്രാഫ് ഇങ്ങനെ പോവുക. ഞാൻ പറഞ്ഞത് ആദ്യം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ പ്രത്യേകം എൻട്രി വരും. അത് ഒന്ന് നായകൻ എൻട്രി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആയി തിയേറ്റർ. പിന്നെ അത് കഴിഞ്ഞാൽ അതിങ്ങനെ പോവാണ്, ഒരനക്കവും ഇല്ല എന്ന് പറഞ്ഞാൽ. വേറെ ഇതിനകത്തൊരു ഗുണം ഉണ്ടായെന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ ഇങ്ങനത്തെ പടത്തിൽ കുറേ വേണ്ടാത്ത സീൻസൊക്കെ കുത്തി കയറ്റി ഷോവാക്കി ഭയങ്കര ക്ലീശ കുറേ സാധനമൊക്കെ വെക്കും. അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ ഈ ഗ്രാഫ് ഇങ്ങനെ അങ്ങ് പോവുക, ഒരിടത്തോട്ടും ഡൗൺ ആവുന്നില്ല അപ്പ് ആവുന്നില്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഈ പടത്തിൽ കുറച്ച് പണിയെടുത്തവര് ജേക്സ് ബിജോയ്, ഇതിന്റെ BGM നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ചില സമയത്തൊക്കെ എനിക്ക് തലവേദന കുറച്ചായിട്ട് ഫീൽ ചെയ്തു. അതായത് BGM കൊണ്ട് ഒരു ലിമിറ്റ്. ഇപ്പം BGM വരുമ്പോൾ സീനും കൂടെ അതേപോലെ ഉണ്ടായാലും അതൊരു ഹൈ കിട്ടത്തുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ അതേപോലെ തന്നെ സീൻ ഹൈ ആയിട്ട് BGM ഇല്ലെങ്കിലും ഒരു ഹൈ കിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എമ്പുരാൻ കണ്ടു, എമ്പുരാൻ സീൻ ഹെവി, BGM നല്ല ഷോ. അതേപോലെ തന്നെ ഇപ്പം വേറെ ചില പടങ്ങളുണ്ട്, അതായത് സീൻ കിട്ടില്ലായിരിക്കും, BGM നശിപ്പിച്ച് കളഞ്ഞാൽ നമുക്കൊരു ഇമ്പാക്ട് കിട്ടത്തില്ല. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് നല്ലൊരു സംഭവം വന്നാലാണ് ആ സാധനം കിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് ജേക്സ്പിയർ നല്ല BGM ഈ ലെവലിൽ നിൽക്കുമ്പോൾ അതിന് സീൻ ഇങ്ങനെയാണ് പോകുന്നത്, നമുക്കൊരു ഫീൽ കിട്ടുന്നില്ല. ഇപ്പൊ ഫൈറ്റ് സീനൊക്കെ ഈ പടത്തിൽ കുറച്ചുണ്ട്. ഒരു ഭയങ്കര കംപ്ലീറ്റ്ലി ഒരു ഫൈറ്റ് എന്റർടൈനർ അല്ലത്. ഫൈറ്റ് ഉണ്ട്, ഒരു മാസ് മൂവിക്ക് വേണ്ട അത്യാവശ്യം എലമെന്റ്സ് ഉണ്ട് ഇതിനകത്ത്. ബട്ട് ആ ഒരു സീനിന് ഹൈ മൂവ്മെന്റ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ BGM കുറെ ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല, ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാന്നുള്ളൂ. തിയേറ്ററിൽ എല്ലാവരും, ഞാൻ ചില ഇടയ്ക്കൊക്കെ ആൾക്കാരെ നോക്കിയത് എനിക്ക് മാത്രമാണ് തോന്നുന്നത്, ആൾക്കാരെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു നിർവികാരതയാണ് എല്ലാവർക്കും. പിന്നെ ഞാൻ പറഞ്ഞ ചമൻ ചാക്കോ നല്ലപോലെ പണിയെടുത്തത്. എഡിറ്റിംഗ് അത്യാവശ്യം കൊള്ളാം. ടിപ്പിക്കൽ വൈശാഖ് മൂവീസിൽ കാണുന്ന ഒരു രീതിയിലല്ല പടം പോകുന്നത്. സോ എഡിറ്റിംഗ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. ബട്ട് ഇത് രണ്ടും നന്നായാലും വൈശാഖിന്റെ ഡയറക്ഷൻ നന്നായിട്ടുണ്ട്, മോശമെന്നല്ല പറയുന്നത്. ബട്ട് ഇതിന്റെ സ്റ്റോറി ഞാൻ പറയുന്നത് ഒരു പ്ലെയിൻ സാധനമാണ്. സോ ഒന്നുമില്ല. പിന്നെ അങ്ങനെ പോയി ഒരു ഇന്റർവെൽ കൊണ്ടുവന്നു. ഇന്റർവെല്ലൊന്നും വലിയ പഞ്ചോ കാര്യങ്ങളോ ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ ഓർത്തു മേ ബി ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ പടം ട്രാക്കിലേക്ക് വരുമെന്ന്. ബട്ട് സെക്കൻഡ് ഹാഫും സെയിം മീറ്റർ, താഴുന്നില്ല പൊങ്ങുന്നുമില്ല, നേരെ ഇങ്ങനെ പോകുന്നു. സോ നമുക്ക് മനസ്സിലായി ഇനി ഈ പടം എങ്ങനെയാണ് പോകാൻ പോകുന്നത്. നമുക്കറിയാവുന്ന കഥയും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് അതിനകത്ത് എന്തെങ്കിലും പുതിയൊരു സർപ്രൈസിങ് എലമെന്റോ അല്ലെങ്കിൽ ഒരു പുതുതായിട്ട് എന്തെങ്കിലും ട്രൈയോ കാര്യങ്ങളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പടത്തിനോട് കുറച്ചൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത്, അല്ലെങ്കിൽ ആ പടം കാണാൻ കൊള്ളാന്ന്. ഇത് നോർമൽ രീതിയിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്നത് ക്ലൈമാക്സും ഓക്കെ, ഒന്നും പുതുമയൊന്നുമില്ല, ജസ്റ്റ് കണ്ടോണ്ടിരിക്കുക എന്നുള്ള. ക്ലൈമാക്സ് കുറച്ച് ഒരു ചെറിയൊരു ഓളമൊക്കെ കിട്ടിയ പോലെ വന്നായിരുന്നു, ബട്ട് അതിന് മാത്രം ഇല്ല. പിന്നെ ഇതിനകത്ത് നമുക്കറിയാം ക്യാമിയോട്ട് ലാലേട്ടനാന്ന് തന്നെ ആ ഒരു സീനാണ് പിന്നെ ഒന്ന് ആൾക്കാരിന്ന് ഒച്ചയും വെച്ച് ഒന്ന് ഓളം ഉണ്ടാക്കിയത്. അതുവരെ ആദ്യം ഞാൻ പറഞ്ഞ പൃഥ്വിരാജിന്റെ എൻട്രിക്ക് ശേഷം സൈലന്റ് ആയ ഓഡിയൻസ്, ലാലേട്ടന്റെ എൻട്രി, പിന്നെ വേറെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. മേ ബി ചിലവർക്ക് അറിയത്തില്ല, അതിന് കൂടുതൽ അറിഞ്ഞു കാണും ഷോ ഇന്ന് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ.
അപ്പം ആ ഒരു സംഭവം വന്നപ്പോഴാണ് തിയേറ്ററിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് ഓണായി. അതായത് നമ്മൾ ആദ്യം തൊട്ട് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ആദ്യം ഒന്ന് ഒരു എൻട്രി വരുമ്പോൾ നമ്മൾ കൈയൊക്കെ അടിച്ച് പിന്നെ ഇങ്ങനെ പടം കണ്ടുകൊണ്ടിരുന്ന് ഇൻ്റർവെല്ലായി ജസ്റ്റ് ചായ കുടിച്ച് വന്ന് പിന്നെയും ബാക്കി ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന് പടം തീരാറാകുമ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോരാം. ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് ഈ പടത്തിൽ നിന്ന്. അപ്പോൾ ഈ പടം നിങ്ങൾ ഒരാൾ കാണണോ വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ തോന്നി നിങ്ങൾ പോയി കാണുക. ഇത് കാണാതിരുന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഈ പടം എക്സ്പെക്ട് ചെയ്തതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഒരു ഡൗൺഗ്രേഡഡ് വെർഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഖലീഫ. സോ അത്യാവശ്യം നല്ലൊരു BGM കാര്യങ്ങളും മോശമില്ലാത്ത എഡിറ്റിങ്ങും മോശമില്ലാത്ത ഡയറക്ഷൻ, ഒരു വീക്കായ സ്റ്റോറിയാണ് ഖലീഫ നിങ്ങൾക്ക് തരുന്നത്. സോ എനിക്ക് ഖലീഫ കണ്ടപ്പോൾ ഇതൊക്കെയാണ് ഫീൽ ചെയ്തത്. നിങ്ങൾ ഈ സിനിമ കണ്ട ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതിൻ്റെ ആക്ടിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാത്തത് എന്താണെന്ന് വെച്ചാൽ എടുത്തു പറയാൻ വേണ്ടിയുള്ള ഒരു ആക്ടിങ് മികവോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. എക്സ്പെഷ്യലി ഇപ്പോൾ പൃഥ്വിരാജാണെങ്കിലും പൃഥ്വിരാജിൻ്റെ കുറേ നമുക്കറിയാം ചിലർ കളിയാക്കുന്ന കാര്യങ്ങളൊന്നും ഭയങ്കര നാടകീയതയാണ് പരിപാടിയാണ്. ബട്ട് ഇതിനകത്ത് എനിക്ക് അത്രയ്ക്കൊന്നും ഫീൽ ചെയ്തില്ല. അങ്ങനെ ചില പടത്തിൽ പുള്ളി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ കടുവ കണ്ടപ്പം കുറച്ച് പിടിച്ചഭിനയിക്കുന്ന പോലെ നന്നായിട്ട് ഫീൽ ചെയ്തായിരുന്നു. ബട്ട് ഇതിനകത്ത് പുള്ളി അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എടുത്ത് പറയാൻ മാത്രം ഒന്നുമില്ല അതിന്. കാരണം പെർഫോം ചെയ്ത് അങ്ങ് സെറ്റാക്കാൻ പറ്റിയൊരു സ്റ്റോറി കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ ഇതിനകത്ത് സിനിമയ്ക്കതില്ല. എല്ലാവരും അവരവരുടേതായ റോളുകൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചു. അത്രയും പെർഫോം ചെയ്യാനുള്ളൂ. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും വാച്ച് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.